ദിവസങ്ങളോളം നടക്കാനുണ്ട്. അങ്ങനെ വേഗം പോയെങ്കിലേ മനുഷ്യർ പറഞ്ഞ സമയത്ത് അവിടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. സമയത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളാണ് മനുഷ്യർ. അല്പം കൂടി ധൃതിയായി യാത്ര ചെയ്താൽ കൃത്യസമയത്തിൽ അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന് തോന്നുന്നു. ആരുടെയോ ദൈന രോദനം കേൾക്കുന്നുണ്ടല്ലോ. ഈ മരുഭൂമിയിൽ, അതും ഈ വൈകിയ വേളയിൽ ആര് നിലവിളിക്കാനാണ്? വെറുതെ തോന്നിയതാണ്. നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഇല്ല ഇല്ല, ഒരു വേദനയുടെ ഒന്നും ഞാൻ കേൾക്കില്ല. ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. മനുഷ്യരും കൂട്ടരും നമ്മെ നോക്കി നിൽക്കില്ല. അവരവരുടെ പാട്ടിന് പോകും. അതുകൊണ്ട് നമുക്ക് വേഗം പോവാം. ഇതുപോലെ ധാരാളം കിളവന്മാർ ഈ നാട്ടിൽ എവിടെയെങ്കിലും കാണും. ഒരുവന്റെ വേദന കണ്ടിട്ട് നീ ഇത്രയും ലാഘവത്തോടെ എങ്ങനെ സംസാരിക്കുന്നു? മനുഷ്യരുടെ വേദന കണ്ടിട്ട് കാണാൻ പഠിക്കുന്ന നീ ഇന്നത്തെ നിഷ്ക്രിയമായ സമൂഹത്തെ പ്രവർത്തിയിരിക്കും. ഞാനൊരു വാണ നിരീക്ഷകനാണെങ്കിലും അടിസ്ഥാനപരമായി ഒരു വൈദ്യം കൂടിയാണെന്ന് നീ മറക്കരുത്. മരുന്ന് വെട്ടി കൂടി എന്നോട് എടുക്കാൻ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ചിലപ്പോ വഴിനീളെ എങ്ങനെ ചികിത്സയും കാണുമെന്ന്. താങ്കൾ ഇത്രയും മുറിവേറ്റവനാകാൻ കാരണം എന്താണ്? ഞാനൊരു തീർത്ഥാടന സംഘാടനമായിരുന്നു. സംഘത്തിന്റെ ആക്രമണത്തിന് ഇരയായി. കൂടെയുള്ളവരെല്ലാം അവർ കൊലപ്പെടുത്തി. ഞാൻ മാത്രം മുറിവേറ്റവനായി അവശേഷിച്ചു. എന്നിട്ട് നീ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ വിളിച്ചു കാണുമെന്ന് വിചാരിച്ച് അവരെന്നെ മരിച്ചുകൊണ്ട് ആ കുഴിയിൽ വലിച്ചെറിഞ്ഞു. അതിങ്ങനെ ഇത്ര നാൾ കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട കാഴ്ച കൂടെയുള്ളവരെല്ലാം അടിച്ചു കിടക്കുന്നു. കരയ്ക്ക് കയറി. എന്റെ കഥ വേദനാജനകമായിരിക്കുന്നു. എന്റെ കയ്യിൽ കുറച്ച് മരുന്നുണ്ട്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത്ര ചികിത്സ ഇപ്പോൾ ചെയ്യും. യജമാനെ, ഇനിയെങ്കിലും നാം ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടില്ലെങ്കിൽ ശിശുഭായി പറഞ്ഞ രാജകുമാരൻ കൗമാരപ്രായത്തിലെത്തിയാലും നാം അവിടെ എത്തിച്ചേരുമെന്ന് തോന്നുന്നില്ല. രാജകുമാരന്റെ കാര്യമാണ് പറയുന്നത്. യെരുശലേമിലോ പ്രാന്തപ്രദേശങ്ങളിലോ ചികിത്സിക്കുമെന്ന് എന്നോടുന്ന രാജകുമാരൻ. അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഒരു ദിവ്യ നക്ഷത്രത്തിന്റെ ഉദയമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യമെന്ന് തോന്നിയിരിക്കും. അവൻ അത്ഭുതമന്ത്രി, സേവനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം യഹൂദന്മാരുടെ മശിയെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണോ? അതെ, യെശയ്യാ പ്രവാചകൻ മശിഹയുടെ ജീവിതത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ക്രിസ്തീയ പ്രവചനങ്ങൾ അവരുടെ മതപരമായ ജീവിതത്തിന്റെ ഭാഗമാണ്. കിളവനെ നോക്കിയിട്ടൊരല്പം ആരോഗ്യ പ്രശ്നമേ ഉള്ളൂ. ലോകവിവരത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആള് പുലി തന്നെ. ഒറോണ്ടാസ്, നിന്റെ വാക്കുകൾ അതിര് കടക്കുന്നു. ഓ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ലേ. നിങ്ങളുടെ യാത്രയ്ക്ക് ഭംഗം വരുത്തി ക്ഷമിക്കും. തന്ന ചികിത്സയ്ക്ക് നന്ദി. ഇപ്പോൾ നല്ലൊരു ആശ്വാസം വന്നതുപോലെ തോന്നുന്നു.
മറ്റു സഹായം നൽകാനോ എന്റെ തിരക്ക് മുഖാന്തരം സാധിച്ചില്ല. ദയവായി ക്ഷമിക്കുമല്ലോ. എനിക്ക് തന്ന സഹായം തന്നെ ധാരാളം. ദയവായി യാത്ര തുടരും. എത്രയും വേഗം പോയി ആ ദിവ്യ ശിശുവിനെ ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കും.